അമ്മ താരസംഘടനയിലെ പ്രശ്നങ്ങൾ പുതിയ തലത്തിലേക്ക് ആൻസുബയുടേതായിട്ടുള്ള ഒരു ഓഡിയോ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനൊരു മെസ്സേജ് എനിക്ക് ഇന്നിപ്പോ ഇടേണ്ടി വന്നതാണ്. ഞാൻ അൻസിബയാണ്. ഇങ്ങനൊരു മെസ്സേജ് എനിക്ക് ഇടേണ്ടി വന്നതാണ് കേട്ടോ. ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ജോയിന്റ് സെക്രട്ടറി ആയി എനിക്ക് ആ കമ്മിറ്റിയിൽ ഇരുന്നിട്ട് നീതി ലഭിക്കാത്തത് കൊണ്ടാണ് എനിക്ക് പുറത്തിറങ്ങി ഇതെല്ലാം വിളിച്ചു പറയേണ്ട അവസ്ഥ വന്നത്. അത് പുറത്തിറങ്ങി ഞാന് ധൈര്യത്തോടെ ഒറ്റയ്ക്ക് നിന്ന് വിളിച്ചു പറയുമ്പോഴും അത് മറ്റൊരാൾ കേട്ടതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ വെറും ഒരു പരദൂഷണമായിട്ട് പറയാൻ നമ്മുടെ സംഘടനയിലുള്ള ചിലർക്ക് എങ്ങനെയാണ് പറ്റുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യങ്ങളുടെ വ്യക്തത ഇല്ലാതെ, ഒരു ക്ലാരിറ്റി ഇല്ലാതെ എങ്ങനെയാണ് ഞാൻ പറയുന്നത് ഒരു പരദൂഷണമായിട്ട് പറയാൻ പറ്റുക എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ഇത്രയും ധൈര്യത്തോടെ ഞാന് സമൂഹത്തിന്റെ മുന്നിൽ വന്നു നിന്ന് സംസാരിക്കുകയാണ്. ഈ സംഘടന ഇനിയെങ്കിലും നന്നാവണം, അവിടെ ഇനിയെങ്കിലും സ്ത്രീകൾക്ക് നീതി ലഭിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോരാടുന്നത്. അപ്പോ വെറും മോശമാക്കി അതിനെ മാറ്റുക എന്നുള്ളത് എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. എപ്പോഴും പുരുഷന്മാരെ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ നമ്മുടെ സംഘടനയിലുള്ളവര്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ സത്യം മാത്രമേ എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളൂ. ആ സത്യം പറഞ്ഞതിന്റെ പേരിലാണ് എന്നെ ഇപ്പൊ മോശക്കാരിയാക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ സംഘടനയിലുള്ള സ്ത്രീകളെ കൊണ്ട് തന്നെ എനിക്കെതിരെ സംസാരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു മോശം പ്രവണതയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ പറ്റി ടിനി ടോം ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ നീനാക്കുറുപ്പ് ചേച്ചി വന്ന് എന്നോട് പറയുകയും മറ്റ് ചില അംഗങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് ടിനി ടോം ചേട്ടൻ എന്നെ പറ്റി ഇത്തരം അപവാദങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് കേട്ടു എന്ന് സാക്ഷി പറയാൻ നീനാക്കുറുപ്പ് ചേച്ചി തയ്യാറായി മുന്നോട്ട് വന്നതാണ്. ഇന്ത്യൻ നിയമപ്രകാരം അങ്ങനെ ഒരാൾ സാക്ഷി പറയാൻ തയ്യാറാണെങ്കിൽ അത് ഏറ്റെടുക്കും. കോടതിയിൽ അത് വിശ്വസനീയമാണ്. അങ്ങനെയുള്ള ഒരു കാര്യത്തെയാണ് അവിശ്വസിക്കണം എന്നും പറഞ്ഞിട്ട് നമ്മുടെ സംഘടനയിലുള്ള ചില സ്ത്രീകൾ തന്നെ പുറത്തോട്ടേക്ക് വരുന്നത്. വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ, വളരെ മോശമായിട്ടുള്ളൊരു കാര്യം. രാവിലെ തന്നെ ഞാനിത് ഈ നമ്മുടെ മെമ്പേഴ്സിന് എല്ലാവർക്കും ഈ ഒരു മെസ്സേജ് അയക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കണം എന്തോരം മാനസിക വേദന ഉണ്ടായിട്ടായിരിക്കുന്നു. അപ്പോ പരാതി പറയുന്ന സ്ത്രീയെ മോശക്കാരിയാക്കുന്നത് എന്ത് പ്രവണതയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.